പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദെബോറ എന്ന കഥാപാത്ര പഠനത്തിന്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവഹിതം വിവേചിച്ചറിയുന്ന ദെബോറയുടെ ജ്ഞാനം എന്ന ശീർഷകം നൽകിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ദെബോറ തന്റെ ജീവിതത്തിൽ ദൈവിക നിയോഗം വിവേകത്തോടെ പ്രവർത്തിച്ചതായി നാം കാണുന്നു. ഒന്നാമതായിട്ട് ആത്മീയ വിവേചനം തന്റെ ജീവിതത്തിൽ വെളിവായി കാണാമായിരുന്നു. ദൈവിക ശബ്ദവും ലോകത്തിന്റെ ശബ്ദവും തിരിച്ചറിയുവാൻ ദെബോറയ്ക്ക് സാധിച്ചു. ലോകം ഒരുപക്ഷെ തന്നെ പല നിലയിൽ തടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടു ഇരിക്കാം, എന്നാൽ അതിൽ ചെവി കൊടുക്കുവാൻ ദെബോറ ഒരുക്കം അല്ലായിരുന്നു. ദൈവിക ശബ്ദത്തിനൊത്തവണ്ണം പ്രവർത്തിച്ചതിനാൽ ദെബോറയ്ക്ക് വൻ വിജയം മാത്രമായിരുന്നു തന്റെ ജീവിതത്തിൽ ലഭിച്ചത്. രണ്ടാമതായി, തിരുവചന പരിജ്ഞാനം ദെബോറയ്ക്ക് ബലം നൽകുകയും അത് ജീവിതത്തിൽ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാനും കഴിഞ്ഞു. വളരെ പ്രയാസം നിറഞ്ഞ ആ ഘട്ടത്തിലും ദൈവിക നടത്തിപ്പിന്റെ കഴിഞ്ഞ നാളുകൾ തന്നെ ബലപ്പെടുത്തുന്നു. ആ കാലഘട്ടത്തിൽ അവിടെയുള്ള ജനങ്ങൾ അവർക്ക് ബോധിച്ച പോലെയാണ് ജീവിച്ചത്. ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കാതെ ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ടായിരുന്നു ജനങ്ങളുടെ അവിടുത്തെ ജീവിതം. യഹോവയ്ക്ക് അനിഷ്ടമായത് അവർ ചെയ്തു പോന്നു. ദുശാഠ്യമുള്ള ജനം, എന്നാൽ ദൈവം നീതിമാനായതുകൊണ്ട് അവർക്ക് ന്യായപാലനം ചെയ്യുവാൻ ദെബോറ എന്ന മാതാവിനെ ദൈവം തിരഞ്ഞെടുത്തു. മൂന്നാമതായി, പ്രാർത്ഥനയോടുകൂടിയാണ് ദെബോറ തന്റെ എല്ലാ പ്രവൃത്തികളും ആരംഭിച്ചത്. അതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ കൃത്യമായി അറിയുവാൻ ദെബോറയ്ക്ക് സാധിച്ചു. അവിടെയുള്ള ജനങ്ങൾ തന്നോട് അരുളപ്പാടുകളും ആലോചനകളും ചോദിച്ചറിയുവാൻ വരുന്നത് പതിവായിരുന്നു. ന്യായാധിപന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യത്തിന്റെ ഒടുവിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. അപ്പോഴെല്ലാം താൻ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടാകാം ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകിയിരുന്നെന്ന് നമുക്ക് അനുമാനിക്കാം. അതിന്റെ അനുഗ്രഹം പിന്നത്തേതിൽ കാണുവാനായിട്ടും കഴിയുന്നു. നാലാമതായി, ധൈര്യത്തോടുള്ള അനുസരണം ദെബോറയിലെ ദൈവിക ജ്ഞാനത്തിന്റെ തെളിവാണ്. ദൈവിക വാക്കുകൾക്ക് ചെവി കൊടുത്തുകൊണ്ട് അതിൽ യാതൊരു മാറ്റവും കൂടാതെ ദെബോറ ധൈര്യത്തോടെ അനുസരിക്കുന്നതായി നാം കാണുന്നു. അഞ്ചാമതായി, ദൈവിക ജ്ഞാനം ദെബോറയിൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കുവാൻ കാരണമായി. ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് വിശ്വസ്തയോടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ ദെബോറ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക പിൻപറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുവാൻ നാം എന്തു ചെയ്യണം? ദൈവവചനം വായിച്ച് തിരുവചനത്തിൽ പൂർണ്ണ നിശ്ചയം പ്രാപിച്ചവരായിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവിക വഴി അറിയുവാനും വളരെ ഉറപ്പും ധൈര്യത്തോടും വിശ്വസ്തരായി ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നടക്കുവാനും കഴിയുന്നവരാകണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം ആകുന്നുവെന്ന് സദൃശവാക്യം 1:7 9:10 നാം വായിക്കുന്നതുപോലെ യഹോവയോടുള്ള തികഞ്ഞ ഭയം ഒരുപക്ഷെ ഇസ്രായേലിൽ അന്ന് ദെബോറയ്ക്ക് അപ്പുറം മറ്റൊരാളിൽ പ്രകടമായി ആയിരുന്നു കാണില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത് അനുസരണക്കേടിനാൽ പൊറുതിമുട്ടിക്കുന്ന ഒരു വലിയ ജനതയുള്ള നാട്ടിൽ ദൈവഹിതം അനുസരിച്ചു പ്രവർത്തിക്കുന്ന ഒരു ശേഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ശേഷിപ്പ് കൊണ്ട് വലിയവ ചെയ്യുന്ന കരുണാമയനാണ് നമ്മുടെ ദൈവം. ഇന്നത്തെ ഈ പഠനത്തിലൂടെ അപ്രകാരം ദൈവിക ജ്ഞാനത്തിൽ അധിഷ്ഠിതമായി ജീവിതം ക്രമീകരിക്കുവാൻ വലിയവനായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.